ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജ്യോതി പ്രശാന്ത്. ഒരു താക്കോൽദ്വാര ശസ്ത്രക്രിയ വിദഗ്ധനാണ്. ജോയിൻ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇതിൻ്റെ കൂടെ തന്നെ എന്തായാലും ഒരു എല്ലിൻ്റെ ഡോക്ടറാണ്. കഴിഞ്ഞ 10-14 വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു എല്ലിൻ്റെ ഡോക്ടറാണ് ഞാൻ. നമ്മളോട് പേഷ്യൻസ് പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു കീ ഹോൾ സർജറി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ഒരു ജോയിൻറ്റിനകത്ത് ഒരു വാഷർ കീറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലിഗമെൻറ്റ് ഒരു ACL പൊട്ടിയിട്ടുണ്ടാവും. ഇത് സർജറി വേണോ, സർജറി ഇല്ലാണ്ട് ശരിയാക്കാൻ പറ്റുമെന്ന് പലപ്പോഴും ഡോക്ടർമാരോട് ഇവർ ചോദിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് നമ്മൾ സർജറി വേണ്ട കേസാണെങ്കിൽ നമ്മൾ സർജറി വേണമെന്ന് പറയും, അല്ലാത്തതാണെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി എക്സർസൈസ് ഒക്കെ പറയും. പക്ഷേ പലരുടെയും ചോദ്യം ഇത് എപ്പോൾ ചെയ്യണം, അതായത് ഇപ്പം ഞാൻ ഗൾഫിൽ പോവുകയാണ്, ഞാൻ 1 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് വന്ന് ചെയ്താൽ മതിയോ, അതല്ല എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ACL ലിഗമെൻറ്റ് പൊട്ടിയാലോ, അല്ലെങ്കിൽ വാഷർ കീറിയാലോ മുട്ടിനകത്ത്, അല്ലെങ്കിൽ ഷോൾഡറിലുള്ളൊരു മസിൽ കീറിയാലോ, ഇതെല്ലാം കാരണം നമുക്ക് ജോയിൻറ്റിനകത്ത് ഒരു ഇൻസ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഒരു ബലക്കുറവ്, അല്ലെങ്കിൽ ആ ജോയിൻറ്റിന് ഒരു നാച്ചുറൽ ഇത് മാറുകയാണ് അതിൽ നിന്ന്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് തേയ്മാനം സംഭവിക്കും. ഈ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 കൊല്ലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് ഈ തേയ്മാനം മാറ്റിയെടുക്കാനുള്ള മാർഗ്ഗമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നല്ല റിസൾട്ട് കിട്ടുക നമുക്കത് ഇമ്മീഡിയറ്റ്ലി ഒരു 1 to 2 months നമ്മൾ ഈ കീ ഹോൾ സർജറി ചെയ്താലാണ് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. താങ്ക് യു.